ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടിയാണ്. അതിൻ്റെ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഞ്ചിൻ സൗണ്ട് ഉണ്ടായിരുന്നു. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഏകദേശം 30,000 കിലോമീറ്ററിന് മുമ്പ് 30,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ ഒരു പ്രാവശ്യം എഞ്ചിൻ വർക്ക് ചെയ്തിട്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് വാറണ്ടി 1 ഇയർ വാറണ്ടിയിലാണ് എഞ്ചിൻ വർക്കായിട്ട് ചെയ്യണത്. അത് ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻസ് ഉള്ള ഭാഗങ്ങൾ നമ്മൾ മാറ്റി പുതിയത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി ആണത്. ഇത് കമ്പനി ഒറിജിനൽ ക്രാങ്ക് ഷാഫ്റ്റാണ്. ജെന്യൂൻ പാർട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് വന്നത് 3275 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കേട്ടോ. സിലിണ്ടർ കിറ്റിന് വരുമ്പോഴത്തേക്കും സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അടങ്ങുന്ന കിറ്റിന് വന്നത് 2900 രൂപയാണ്. സിലിണ്ടർ പിസ്റ്റൺ എന്ന് പറയുമ്പോൾ സിലിണ്ടർ ഇതാണ് അതിൻ്റെ കിറ്റ് വരാം, പിസ്റ്റൺ റിങ്സ് അടങ്ങിയ യൂണിറ്റ് കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്കതിന് 1-2 വർക്കുകൾ ലെയ്ത്ത് വർക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നമുക്കതിൻ്റെ വാൽവ് പുതിയ വാൽവ് നമ്മൾ കമ്പനി വാൽവ് മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ ഗൈഡ് മാറ്റി സീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. അത് ലെയ്ത്ത് വർക്ക് വന്നതാണ്, ലെയ്ത്തിൽ ചെയ്താണ് വർക്കാണ്. അത് നമ്മൾ സീറ്റിങ് ലെയ്ത്തിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് ഹെഡിനകത്ത് തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വന്ന ബെയറിങ്ങുകൾ മാറ്റി പുതിയതിട്ടാണ്. ഇതതിൻ്റെ പഴയ ബെയറിങ്ങുകൾ മാറ്റിയ ബെയറിങ്ങാണ്. കാരണം ആ ബെയറിങ്ങുകൾ മാത്രമാണ് നമുക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നണുള്ളൂ. ക്യാം ഷാഫ്റ്റിന് വേറെ പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൈഡ് ബെയറിങ് മാറ്റി കഴിഞ്ഞാൽ പുതിയ ഒരു ക്യാം ഷാഫ്റ്റിൻ്റെ അതേ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഈ ക്രാങ്ക് കേസിൻ്റെ എൻജിൻ കേസിൻ്റെ ചേസുമായി കണക്ഷൻ വന്ന ഭാഗം അടിയിൽ പിടിപ്പിക്കുന്ന ഈ ഭാഗത്തെ ബോൾട്ടിൻ്റെ ത്രെഡ് ഡാമേജ് ഉണ്ടായിരുന്നു. അതും കൂടി നമ്മൾ സ്ലീവ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത്രയും വർക്ക് നമുക്ക് എൻജിൻ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ ലെയ്ത്തിൽ വന്നാണ് വർക്കുകളാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഗിയർ ബോക്സിനകത്ത് വന്ന ഗിയറിൻ്റെ വീലുകൾ 3rd ഗിയറിൻ്റെ വീലും 4th ഗിയറിൻ്റെ വീലും കംപ്ലൈൻ്റ് ഉണ്ട്. അത് കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും വീലുകൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ C3 ബെയറിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് 3rd ഗിയറിൻ്റെ വീലുകൾ വരാം. ഒരെണ്ണത്തിന് നമുക്ക് പറഞ്ഞപ്പോൾ ഇത് 405 രൂപ കോസ്റ്റ് വന്നുണ്ട്. ഒരെണ്ണം വരുമ്പോഴത്തേക്കും 330 രൂപ കോസ്റ്റ് വന്നുണ്ട്. പിന്നെ 4th ഗിയറിൻ്റെ വരുമ്പോൾ ഒരെണ്ണം 385 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. ഒരെണ്ണത്തിന് 315 രൂപ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ക്യാം ചെയിൻ, അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ടൈമിങ് ചെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ കിറ്റാണ് വരാം. 405 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരാം. അത് കൂടാതെ കൊണ്ട് അതിൻ്റെ ക്യാം ചെയിൻ ടെൻഷനർ കൂടി നമുക്ക് മാറ്റേണ്ടതുണ്ട്. ആ ചെയിൻ ലൂസാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന യൂണിറ്റാണ്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. 285 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരാം. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ വന്ന ബെയറിങ്ങിൻ്റെ റേറ്റ് 560 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ കൂട്ടത്തിൽ നമ്മളന്ന് ചെയ്തു പോകേണ്ടതാണ്. അതിൻ്റെ ഗ്യാസ്കറ്റ് ഐറ്റംസൊക്കെയാണ്. പിന്നെ ക്ലച്ച് ഡിസ്കും കൂടി കൂട്ടത്തിൽ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ക്ലച്ച് ഡിസ്ക് വരുമ്പോഴത്തേക്കും നമുക്കതിന് 710 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരാം. പ്ലേറ്റിന് വരുമ്പോഴത്തേക്ക് 220 രൂപ നമുക്കതിന് കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മാറാം. പിന്നെ അതിൻ്റെ ഓറിങ്ങുകൾ, അതിൻ്റെ സ്പ്രിങ്, ന്യൂട്രൽ സ്വിച്ചിൻ്റെ സ്പ്രിങ്, അതിൻ്റെ പിന്ന്, ഓയിൽ സീല്, എൻജിൻ ഓയിലൊക്കെ നമുക്ക് ജെനുവിൻ ഓയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻജിൻ വർക്ക് കഴിഞ്ഞാലും ചെയ്യേണ്ട രീതി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ കംപ്ലയിൻ്റ് ഇല്ലാണ്ട് 99% നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാം. കംപ്ലയിൻ്റ് ഇല്ലാതെ കൊണ്ട് ലൈഫ് ലോങ് നിൽക്കാനായിട്ട് അതൊരു സഹായമായിരിക്കും. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പറയുന്ന എൻജിൻ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. കാരണം കമ്പനി ഓയിലുകൾ മാത്രമാണ് നമുക്ക് നമ്മൾ പറയണത് കേട്ടോ. ആ രീതിയിൽ ചെയ്യുക. അതേപോലെ തന്നെ ഫിൽട്ടർ ക്ലീനിങ് ഒക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടൊരു രൂപം നമ്മൾ തരാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞ് തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻജിൻ സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കാണാം. ഓക്കെ.